ഇപ്പോൾ കർണാടകയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കനഗോലു ഇനി കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ. സുനിൽ കനഗോലുവിനെ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി നിയമിച്ചിരിക്കുന്നു. കെ വി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, കനഗോലുവിൻ്റെ സർവേയും വിവരങ്ങളുമൊക്കെയാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് പ്രധാനപ്പെട്ട അടിത്തറ. ഇപ്പോൾ ഇത് നേരത്തെ സൂചനയുണ്ടായിരുന്നു ഇങ്ങനൊരു മുഖ്യമന്ത്രിയുടെ ഉപദേശക റോളിലേക്ക് കനഗോലു എത്തുമെന്ന്. രാമയ്യ സർക്കാരിലും ഉപദേശകന്റെ റോളിൽ കനഗോലു ഉണ്ടായിരുന്നു. അതിനുശേഷം, അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണത്തിലേറുന്നതിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതിൽ പ്രധാനി അല്ലെങ്കിൽ ഒരു തന്ത്രജ്ഞ എന്ന നിലയിൽ സുനിൽ കനഗോലു പ്രവർത്തിച്ചിരുന്നു. കേരളം, കർണാടക, പ്രത്യേകിച്ച് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയമാണ് സുനിൽ കനഗോലുവിനെ കൂടുതൽ പ്രശസ്തനാക്കിയത്. ഇതിന് പിന്നാലെ തെലങ്കാനയിലും വെന്നിക്കൊടി പാറിക്കാൻ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്കായി കേരളത്തിലും അദ്ദേഹത്തിന് ചുമതല നൽകിയിരുന്നു ഇത്തരം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൽ. അതിന് പിന്നാലെയാണ് ഡി കെ ശിവകുമാറുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് സുനിൽ കനഗോലു. ഏതായാലും ഇന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഈ ചീഫ് അഡ്വൈസറെ, മുഖ്യ ഉപദേശകനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അതും സാധാരണ ഒരു ഉപദേശകൻ എന്ന നിലയിലല്ല, ക്യാബിനറ്റ് റാങ്കോട് കൂടി, അതായത് ഒരു മന്ത്രിയുടെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും അധികാരത്തോടും കൂടി ക്യാബിനറ്റ് റാങ്കോട് കൂടിയാണ് സുനിൽ കനഗോലുവിന്റെ നിയമനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഡി കെ ശിവകുമാറുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള നേതാവ്, പ്രത്യേകിച്ച് ഈ ഗ്യാരണ്ടികളൊക്കെ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ തിരിച്ച് ഭരണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സഹായിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അർഹിക്കുന്ന ഒരു സ്ഥാനം നൽകുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഫലം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യ ഉപദേശകനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി നിയമിച്ചിരിക്കുന്നത്. ശരി.